നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 7. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 7. ശ്രീമദ് ഭാഗവതം മൂലം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 6ാമത്തെ ശ്ലോകം അർത്ഥം പറയണ്ടായി. 7ാമത്തെ ശ്ലോകം ഇഹ ഘോരേ കലോ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഇഹ ഘോരേ കലോ പ്രാപ്തേ ജീവശ്ച അസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ഈ ശ്ലോകത്തിന് അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് ഭയങ്കരമായ കലി ഇവിടെ പ്രാപിച്ചിരിക്കുമ്പോൾ ജീവനും അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ജീവൻ സത്യത്തിൽ എന്താ? ആത്മാവാണ്. ജീവൻ ആത്മാവാണ്, ബ്രഹ്മാണ്. പക്ഷെ കലികാലത്ത് അത് ആസുരീയ സ്വഭാവത്തെ പ്രാപിക്കണമെന്നർത്ഥം. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം അനുഭവിക്കാനാണ് ഡെസ്റ്റിനി. പക്ഷെ അത് കാലത്തിൻ്റെ വൈഭവം കൊണ്ട് ആസുരീയത, അതുകൊണ്ടാണ് അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ക്ലേശാക്രാന്തസ്യ എന്ന് പറയുമ്പോൾ ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന തസ്യ ശോധനേ, അതിൻ്റെ ശോധനത്തിൽ, ശോധന ചെയ്യാന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക, അതിനെ പിരിച്ച് മനസ്സിലാക്കുക. സാധന എന്നുള്ളതിൻ്റെ പിന്നെ വകഭേദമാണ് ശോധനത്തിൽ. ഇപ്പോൾ വയറിന് പോയിട്ടില്ലെങ്കിൽ ശോധന ഇല്ലേ ചോദിക്കണം, ഒഴിഞ്ഞു പോവുക. അപ്പം അപ്പോൾ ഇവിടെ പറയണ്ടായി ശോധനത്തിൽ പരായണം കിം, പരമോപായം എന്താണ്? അവിടെ പാരായണം എന്നുള്ളതിന് പാരായണമല്ല, പരായണം എന്നാ വാക്ക്. പാരായണം എന്ന് പറഞ്ഞാൽ വായിക്കാന്ന് അർത്ഥമായി. സംസ്കൃതം വളരെ നോക്കൂ, മലയാളത്തിൽ 3 വാചകം എഴുതണേന് സംസ്കൃതത്തിൽ അരവാചകം മതി. അതാണ് സംസ്കൃതത്തിൻ്റെ ഗാംഭീര്യം. അപ്പോൾ പരായണം കിം, പരമോപായം എന്താകുന്നു എന്നർത്ഥമായി. അപ്പോൾ ഞാൻ വാക്കുകൾ ഒന്നുകൂടി പറയാൻ താല്പര്യമുള്ളവർക്ക്, ഘോരേ കലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ കലി എന്നർത്ഥമായി. ഇഹ പ്രാപ്തേ, ഇവിടെ, ഇഹ പ്രാപ്തേ ഇവിടെ പ്രാപിച്ചിരിക്കുമ്പോൾ, ജീവനും അസുരതാം ഗത അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ക്ലേശാക്രാന്തസ്യ ക്ലേശങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന തസ്യ ശോധനേ അതിൻ്റെ ശോധനത്തിൽ പരായണം കിം, പരമോപായം എന്താകുന്നു, പരമമായ ഉപായം എന്താകുന്നു, കലികാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരമമായ കാര്യം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് അർത്ഥം പറഞ്ഞത്, ഈ ഭാരതഖണ്ഡത്തിൽ ഭയങ്കരമായ കലിയുഗം ആരംഭിച്ചിരിക്കയാൽ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ജീവനാണ്, പരമാത്മാവല്ല. പക്ഷേ ജീവൻ തന്നെയാണ് പരമാത്മാവ് ഭാവത്തിലേക്ക് ഉയരണത് അല്ലെങ്കിൽ ഉയർത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ആത്മവിദ്യയിൽ പ്രാവീണ്യം നേടാതെണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഞാനൊരു പാപി ജീവനാണ് എന്ന് പറയും. ഞാൻ സത്യത്തിൽ മോക്ഷം
പ്രാപിക്കാൻ കഴിവുള്ള പരമാത്മ ചൈതന്യമാണ് എന്ന് വേദാന്ത സിദ്ധാന്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു, അതിനാൽ ബഹുവിധ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. എത്ര? ഒന്നോ രണ്ടാണോ? അല്ല, ബഹുവിധ പാപകർമ്മങ്ങളെ ചെയ്യണു. തന്നിമിത്തം ബാധിക്കുന്ന നാനാവിധങ്ങളായ ക്ലേശങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവനെ അതിൽ നിന്ന് വിമോചിക്കണം, അതിൽ നിന്ന് വേർപെടുത്തണം. പാപങ്ങളിൽ നിന്ന് ജീവനെ നമ്മൾക്ക് രക്ഷപ്പെടുത്തണം. വിമോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന ഉത്തമോത്തമ ഉപായം എന്താണ്? ഉത്തമത്തിൽ വെച്ച് ഉത്തമമായ ഉപായം എന്താണ് എന്ന് നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാലാമത്തെ ചോദ്യമാണത്. അപ്പോൾ കലിയുഗം എങ്ങും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്, എക്സെപ്റ്റ് നൈമിഷാരണ്യത്തിൽ കലി ബാധിക്കില്ല. അത് ഓർമ്മയുണ്ടാവണം. അപ്പോൾ കലിയുഗം എങ്ങും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. എങ്കിലും ഭാരതവാസികൾ അതിൻ്റെ വിശേഷ ലക്ഷണം തിരിച്ചറിയുന്നവരാണെന്ന് ശ്രദ്ധിക്കുക. ഈ 7 വൻകരകളാണല്ലോ ഭൂമിയിലുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധികൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? വിശേഷ ലക്ഷണം. ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ചികിത്സാവിധികളുണ്ട്. അതെങ്ങനെയാണ്? ലക്ഷണങ്ങൾ രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇന്ന് 400 രൂപ ടോക്കൺ കൊടുത്തൊരു ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും തലവേദനയ്ക്കുള്ള മരുന്ന് എഴുതും. തലയിൽ വേദന ഇല്ല, കയ്യനാണ് വേദന എന്ന് പറയാനുള്ള സമയമില്ല. പഠനവിഷയല്ലേ? അപ്പോൾ ഒരു മരുന്നാണോ എഴുതുക? അല്ല, ഒരു 3 കൂട്ടം മരുന്ന്, 3 അല്ലെങ്കിൽ ഒരു 5 കൂട്ടം മരുന്ന് 3 നേരത്തിന് 3 ദിവസത്തേക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം. ഇതാണ് പ്രശ്നം. നേരെ മറിച്ച് ഒരു വൈദ്യൻ, ഒരു ഗ്രാമത്തിലൊരു വൈദ്യൻ, ഗ്രാമവൈദ്യൻ എന്നാ പറയാം. ഗ്രാമത്തിലെ വൈദ്യൻ ഏതൊരാൾ, ഒരു കുട്ടി വന്നാൽ എവിടെ നിന്നാണ് വരുന്നത്, ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, ഇന്ന വീട്ടിൽ നിന്ന്. ആ വീട്ടിൽ നമ്മൾ എന്ത് ആഹാരമാണ് കഴിക്കണത് എന്നുള്ള പണ്ടുള്ളവർക്ക് അറിയാം. നമ്മൾ എന്ത് കൃഷി ചെയ്യണു അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നില്ലേ, അവരുടെ ഹൈറാർക്കി, ജനറ്റിക് കണ്ടീഷൻസ് എന്താണെന്ന് കൂടി വൈദ്യന്മാർക്കറിയാം. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന ആളുടെ മകനാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, അവർക്കറിയും. അപ്പോൾ അത് ഒരു ഉപാസനയാണ്. ആയുർവേദം ആയുസ്സിനെ പിടിച്ചു നിർത്താനുള്ളതല്ല, ആയുസ് അനുഭവിക്കുന്നത് വരെ ആരോഗ്യ ദൃഢഗാത്രന്മാരാക്കി തീർക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? വിശേഷ ലക്ഷണം തിരിച്ചറിയുന്നവരാണെന്ന് സാരം. ഇവിടെ പ്രാപ്തേ എന്നതിന് പകരം പ്രായോ എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അത് നമ്മൾ സാരാക്കണ്ട. അപ്പോൾ കലിയുഗത്തിൽ പ്രായേണ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അസുരഭാവം ഉണ്ടാവുന്നത് കലികാലത്താണ്. കാരണം കലിക്ക് ഇരിക്കാൻ സ്ഥലങ്ങൾ കൊടുത്തിരുന്ന എവിടേക്കാണ്? മദ്യത്തിൽ, ചൂതുകളിയിൽ, സ്വർണത്തിൽ, സ്ത്രീകളിൽ ഒക്കെയാണ് കലി. അപ്പോൾ സ്ത്രീകളെ അമ്മയായിട്ടും പെങ്ങളായിട്ടും സഹോദരിയായിട്ടും അർത്ഥം പറയാം, ഭാര്യയായിട്ടൊക്കെ നമുക്കാവാം. പക്ഷേ കുലത്തെ നശിപ്പിക്കുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്ന വൈകൃതങ്ങളായ ചിന്താഗതികൾ സ്ത്രീകൾ സ്വീകരിച്ചാൽ, എന്താ സ്ത്രീകളെന്ന് എപ്പോഴും പറഞ്ഞത്? പുരുഷനെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താൽ അവൾ ഒരു ഗൃഹസ്ഥയായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർക്കൊക്കെ ബാധിക്കും. ആരാ ചോറ് വയ്ക്കണത്? സാധാരണ നിലയ്ക്ക് ഒന്നല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങൾ. ഇനി പെയ്ഡ് സെർവൻ്റ് ആണെന്ന് കൂടി വയ്ക്കുക. ആ പെയ്ഡ് സെർവൻ്റ് അതായത് ഉൽപ്പാദിപ്പിക്കുന്ന അന്നങ്ങൾ കഴിച്ച് ശാന്തി സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ ശമ്പളത്തിന് മാത്രം നിൽക്കുന്ന ഒരാളാവരുത്. പിന്നെയോ ഈ അന്നം കഴിക്കുന്നത് എൻ്റെ കൈപുണ്യമായിരിക്കണം എന്നുള്ളൊരു വിചാരധാര ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ.
അപ്പോൾ നമ്മൾ അന്നം പാകം ചെയ്യുമ്പോൾ എന്ത് വേണം? സങ്കടപ്പെട്ടും കൊണ്ട് അന്നം പാകം ചെയ്യരുത്. കാരണം എന്താ? അന്നം ബ്രഹ്മമാണ്. അത് പാകം ചെയ്യുന്നതില്ല സ്റ്റൗവിൽ. തീ എന്തിൻ്റെ പ്രതീക? അഗ്നി. അപ്പോൾ അഗ്നി ബ്രഹ്മമാണ്. അപ്പോൾ അഗ്നിയോട് കളിക്കുമ്പോൾ നമ്മൾ പാപഭംഗിലമായ ഒരു അവസ്ഥയിൽ ദുഃഖിച്ചിട്ട് അഗ്നിയുടെ അടുത്തേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെയൊക്കെ അപകടങ്ങളുണ്ടാവുന്നത്. അപ്പോൾ സ്ത്രീ ആരുടെയൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നു, ഏതൊക്കെ ഭാവത്തിൽ, അവർക്കൊക്കെ അവരുടെ ഗുണവും അനുഭവിക്കാൻ പറ്റും, ദോഷവും അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അർഹതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ പുരുഷനാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്. സ്ത്രീ ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപമാണ്. അതിനെ തുടയ്ക്കുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ, തുടച്ച് ഷോക്കേസിൽ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കയ്യിൽ നിന്ന് വീണ പൊട്ടും. സ്ത്രീയുടെ സ്വഭാവമാണ്. അപ്പോൾ അച്ഛൻ ആദ്യകാലത്ത് പെൺകുട്ടീനെ അച്ഛൻ പരിപാലിക്കും, പിന്നെ സഹോദരൻ പരിപാലിക്കണം, പിന്നെ ഭർത്താവ് പരിപാലിക്കും, പിന്നെ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അമ്മയെ ശ്രദ്ധിക്കണം. അപ്പോൾ അമ്മയെ ദേവതയായിട്ട് മാറ്റേണ്ടത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അമ്മ നമ്മൾക്ക് സമ്പത്ത് തന്നില്ല എന്നല്ല. അമ്മ നമ്മൾ ചെയ്തിട്ടുള്ള മുൻജന്മ പാപപുണ്യങ്ങൾ അനുഭവിക്കാൻ ഈ ഭൂമിയിൽ എത്തിച്ചത് അമ്മയും അച്ഛനാണ്. അച്ഛൻ ഒരു കാരിയറാണ്. അമ്മ അതിനെ 10 മാസം ചുമന്ന് പ്രസവിച്ചു. പക്ഷേ അമ്മയുടെ നിലനിൽപ്പ് അച്ഛൻ്റെ സൽസ്വഭാവത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 5-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 6-ാമത്തെ ശ്ലോകം പറയണു. എന്താ? ശ്രേയസാം യദ്ഭവ ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തത്വധാധുനാ. എന്താ പറഞ്ഞത്? ശ്രേയസാം യദ്ഭവ ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തത്വധാധുനാ. ഇവിടെ ശ്രേയസാം എന്ന് പറഞ്ഞാൽ ശ്രേയസ്സുകളുടെ മധ്യത്തിൽ പരശ്രേയ യത്, ഉത്കൃഷ്ടമായ ശ്രേയസ് യാതൊന്നു അത്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയല്ല പറഞ്ഞത്. ശ്രേയസാം യത് ഭവശ്രേയ, ശ്രേയസ്സുകളിൽ ശ്രേയസ്സായിട്ടിരിക്കുന്നത്. ശ്രേയസ് മാത്രം പോരാ, ശ്രേയസ്സിൽ ഉത്തമമായിരിക്കുന്ന ശ്രേയസ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പാവനാനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധികരങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധിയായവയുടെ മധ്യത്തിൽ പരം പാവനം യൽ ഭവേത്, അതിലും പരിപാവനമായിട്ടുള്ളത് എന്താണ്? ശ്രേയസ്സുകളിൽ വെച്ച് ശ്രേയസ്, പരിപാവനങ്ങളിൽ വെച്ച് പരിപാവനമായിട്ടുള്ളത്. അപ്പോൾ പരംപാവനം യൽ ഭവേത്, ഉത്കൃഷ്ടമായ പരിശുദ്ധി കാരണം യാതൊന്നോ അത്. കൃഷ്ണപ്രാപ്തികരം സാധനം യത്, കൃഷ്ണനെ പ്രാപിക്കാനുള്ള സാധനം എന്താണ്? സാധന എന്താണ്? അതാണ് സാധനം എന്ന് പറഞ്ഞാൽ സാധന. അതാണ് നമ്മൾ പാട്ട് പഠിച്ചാൽ മതിയോ? പാട്ട് പാടണമെങ്കിൽ എങ്ങനെയാണ്? സാധനമാണ്, സാധകം ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രഭാഷണം ചെയ്യുന്നുണ്ട്, അതിനൊരു സാധന ഉണ്ട്. എന്താ സാധന? 95 തുടങ്ങിയതാണ്. അപ്പോൾ എത്ര 29 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. പ്രഭാഷണം അത് എഴുതി ഉണ്ടാക്കിയിട്ട് വായിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പ്രഭാഷണം ചെയ്യുന്നത് പ്രഭാഷകൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്ത് പ്രേരണ തരുന്നു അതാണ് പറയാൻ പറ്റുള്ളൂ. അതിന് 3-4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഈ കുണ്ടലിനി ശക്തിയിലുള്ള ശക്തിനെ ഉണരും. അത് കഴിഞ്ഞിട്ട് ഉണർത്തലൊന്ന്, പശ്യന്തി. മധ്യമ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം വരെ വരുള്ളൂ. പശ്യന്തി എന്ന് പറഞ്ഞാൽ അത് കണ്ഠം വരെ എത്തി. പിന്നെ പുറത്തേക്ക് നിങ്ങൾ കേൾക്കുന്ന ശബ്ദകോശം, അതിന് വൈഖരി എന്നാണ് പറയുക.
വൈഖരി, പുറത്തേക്ക് എത്തുന്ന ശബ്ദം. അപ്പോൾ ആ പുറത്തേക്ക് എത്തുന്ന ശബ്ദം പുറപ്പെടുന്നത് അവരവരുടെ കുണ്ടലിനി ശക്തിയിൽ നിന്ന്, അത് മധ്യമത്തിലെത്തി, അത് പശ്യന്തി കണ്ഠത്തിലെത്തി, കണ്ഠത്തിൽ നിന്നാണ് വൈഖരി രൂപത്തിൽ വരുന്നത്. അപ്പോൾ വളരെ സ്നേഹമുള്ള ആൾക്കാർ, പരിശുദ്ധമായ പ്രേമമുള്ളവർ, പരസ്പരം നോക്കിയാൽ മതി. അതിലൊരു വിഭാഗമാണ് സന്യാസി ശ്രേഷ്ഠന്മാർ. എല്ലാവരും അവരെ അഭിവാദ്യം ചെയ്യുക അല്ലെങ്കിൽ കാല് പിടിക്കുകയും പരസ്പരം ആലിംഗനം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ കണ്ടാൽ കൺവേഴ്സാവും, സംസാരം കഴിഞ്ഞു. കാരണം എന്താ, പശ്യന്തിയിൽ എന്താണെന്നുള്ളത് കൂടി അവർക്ക് അറിയാനുള്ള കഴിവുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൃഷ്ണപ്രാപ്തികരം സാധനം യത്ത്, കൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം യാതൊന്നോ തത്, അതിനെ ശശ്വത്, നിരന്തരമായിട്ട്, ശാശ്വതമായ എന്നുള്ള വാക്ക് വന്നത് ശശ്വത് എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്താ അതിനർത്ഥം പറഞ്ഞത്? നിരന്തരമായിട്ടുള്ള എണ്ണധാര പോലെ. എന്താ എണ്ണധാര പോലെ? തിരിമുറിയാതെ തിരുവാതിര ഞാറ്റ് വേലയിൽ മഴ പെയ്തു എന്ന് പറയും. തിരിമുറിയാതെ, വെള്ളവും എണ്ണയും കൂടിയുള്ള വ്യത്യാസം എന്താ? വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് താഴത്തൊരു ഗ്ലാസ് പിടിച്ചിട്ട് കുറച്ച് എത്രത്തോളം മുകളിലേക്ക് പോകണു അത്രത്തോളം സ്പ്ലാഷാവും, ചിന്നിച്ചിതറും. വെള്ളത്തിൻ്റെ വെയിറ്റ് കമ്മിയാണ്. നേരെ എണ്ണയ്ക്ക് വെയിറ്റ് ഉണ്ട്, അത് തിരിമുറിയാണ്ട് വേണം, എണ്ണധാര പോലെ. അപ്പോൾ ശശ്വത് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട്. അധുനാവത, ഇപ്പോൾ വധിച്ചാലും, ഇപ്പം അങ്ങ് പറഞ്ഞാലും, അധുനാവത, ഇപ്പോൾ വധിച്ചാലും. അതായത് ശ്രേയസ്സിൽ വെച്ച് ശ്രേയസ് ഉണ്ടാവാൻ, പരിപാവനത്തിൽ വെച്ച് പരിപാവനമായ ശ്രീകൃഷ്ണനെ പ്രാപിക്കാനുള്ള ഉത്തമമായ മാർഗം ഏതാണോ അത് അങ്ങ് പറഞ്ഞാലും. അർത്ഥമായി. ഇനി അതിൻ്റെ സാമാന്യർത്ഥം പറയുന്നുണ്ട്. കല്യാണങ്ങളുടെ മധ്യത്തിൽ, എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ? കല്യാണം ഭവതു എന്ന് പറഞ്ഞാൽ നിൻ്റെ കല്യാണം കഴിയട്ടെ എന്നല്ല, നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ്. മംഗളം എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് കല്യാണം. അപ്പോൾ കല്യാണങ്ങളുടെ മധ്യത്തിൽ പരമകല്യാണം ഏതാകുന്നു? അഞ്ചാമത്തെ ചോദ്യം. ഇപ്പോൾ നാലാമത്തെ ചോദ്യം കഴിഞ്ഞു, അഞ്ചാമത്തെ ചോദ്യം. ശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ വെച്ച് പരമശുദ്ധി സാധനം ഏതാകുന്നു? ഇപ്പോൾ വാക്കുകളുടെ അർത്ഥം പറഞ്ഞ മാതിരിയാണോ പൊതുവായിട്ടുള്ള അർത്ഥങ്ങൾ? അല്ല, ലക്ഷണാർത്ഥമാണതൊക്കെ. ആ അനുമാനവും ലക്ഷണവും നമ്മൾക്കുള്ളിലുണ്ടായാലേ നമ്മൾക്ക് ഈ പുരാണ ഇതിഹാസങ്ങളുടെ അർത്ഥതലങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വാക്കാർത്ഥത്തിൽ പോകരുത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ശുദ്ധിയെ ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ വെച്ച് പരമശുദ്ധി സാധനം ഏതാകുന്നു? അതാണ് ആറാമത്തെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ പ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം ഏതാകുന്നു? സാധന ഏതാകുന്നു? ഏഴാമത്തെ ചോദ്യം. ഈ സംഗതികളെ തുടർച്ചയായും ഇടവിടാതെയും അങ്ങ് പറഞ്ഞാലും. ഇപ്പം എന്താ പറഞ്ഞത്? ഈ സംഗതികളെ തുടർച്ചയായും ഇടവിടാതെയും അങ്ങ് പറഞ്ഞാലും. അതാണ് സദാസേവ്യ. ഭാഗവതത്തിനെ എപ്പോഴും സേവിക്കണം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ പ്രാപ്തികരമായിട്ടുള്ള കാര്യം നമ്മൾ അയവർക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, മനനം ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരം. ഇപ്പോൾ എൻ്റെ നാട്ടുകാരി, അങ്ങനൊരു കാരി, അല്ലെങ്കിൽ കടപ്പുറമ്പത്തുകാവിൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടി എന്നോട് ഇതിങ്ങനെ പറയണം എന്ന് ഷാഠ്യം പിടിക്കുക ചെയ്തത്. ഷാഠ്യം പിടിച്ചു, ഇങ്ങനെ വേണം എന്നൊക്കെ. ഞാനതിന് വഴങ്ങി. എന്താ, ഈ ഷാഠ്യം ആ കുട്ടിയുടെ അല്ല, ആ കുട്ടിക്ക് ഈശ്വരൻ തോന്നിച്ചു. ആ ഷാഠ്യത്തിനെ സ്വീകരിക്കാനുള്ള ക്ഷമയുള്ള ഒരാളോടാണ് ചോദിച്ചത്. ഷാഠ്യം ഉണ്ടെങ്കിലും അതിനൊരു ക്ഷമ വേണം.
അതിനെ ആ ഷാഢ്യത്തിനെ ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ ഭഗവാൻ എനിക്ക് ആദേശം തന്നത്. അത് ഞാൻ അതെന്തിനാ, എനിക്ക് കൂടുതൽ ശ്രീകൃഷ്ണനെ പ്രാപിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഭഗവാൻ മാറ്റിക്കോളാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ആദേശം തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ഈ ഭാഗവത സുധ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഭഗവാൻ എനിക്ക് താൻ ഈ 29 കൊല്ലം, അങ്ങനെ പറയാം 95 മുതൽക്കെന്ന് പറയാൻ പറഞ്ഞാൽ 24, 5, 29 കൊല്ലം എന്തൊക്കെ വായിച്ചു പഠിച്ചു. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും സ്വാധ്യായ പ്രതിബോധിതാം, ആ പ്രതിബോധനത്തിന് വേണ്ടി ചെയ്യുന്ന സ്വാധ്യായത്തിൽ നീ എന്തൊക്കെ മനസ്സിലാക്കി, അത് നീ നിൻ്റെ ഭാഷയിൽ പറയേ, അതിനെ ഞാൻ കുറച്ച് ആൾക്കാരെ ശ്രോതാക്കളാക്കി വയ്ക്കാം. അപ്പോൾ ഭഗവാൻ മെറ്റിക്കുലസ്ലി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഒരാളുടെയും സ്വാർത്ഥതയല്ല, എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ സപ്താഹ യജ്ഞവേദികളിലും അല്ലെങ്കിൽ ഈവൻ 662 എപ്പിസോഡിൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ വൃത്താനുവൃത്തം ഭാഗവതം ഞാൻ യൂട്യൂബിൽ പറഞ്ഞു കയറ്റിയതാണ്. അത് പോരാ, ഭഗവാന് ഷഡിക്കാം. ആ ഷാഢ്യം എൻ്റെ നാട്ടുകാരിയുടെ മാധ്യമത്തിൽ കൂടെ വന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ശ്രീകൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം ഏതാകുന്നു. എത്ര പഠിച്ചാലും പഠിയില്ല, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും പിന്നെയും അത്ര ഉണ്ടാവും. പുരാണം എന്നുള്ള വാക്കിനർത്ഥം നവം ന. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ ഒളിഞ്ഞു കിടക്കുന്നതായ തത്വസംഹിതകൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവയോഗ്യം. ഇപ്പോൾ ഞാനൊരു വക്താവാണെങ്കിലും വക്താവിൻ്റെ ലെവലിലും എനിക്ക് അനുഭവങ്ങൾ വ്യത്യാസം വരും. ആ വ്യക്തിക്ക് ഈ സബ്ജക്റ്റിനോടുള്ള താല്പര്യം എന്താണ്, അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ പറയേണ്ട ഈ ശ്രീകൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായ സാധനം ഏതാകുന്നു. 7ാമത്തെ ചോദ്യം, ഈ സംഗതികളെ തുടർച്ചയായും ഇടപെടാതെയും അങ്ങ് പറഞ്ഞാൽ. അതാണ് 6ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി 7ാമത്തെ ശ്ലോകം എന്താ ചോദിക്കുകയാണെങ്കിൽ, ചിന്താമണിർലോകസുഖം സുരധ്രു സ്വർഗസമ്പദം പ്രയശ്ചതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. അങ്ങ് ചോദിച്ചത് ദുർലഭമാണെന്നാണ് പറഞ്ഞത്, യോഗികൾക്ക് കൂടി ദുർലഭമാണെന്നാണ്. അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നുകൂടി അതിനെപ്പറ്റി പറയാം. ചിന്താമണിർലോകസുഖം. ചിന്താമണി, ഏത് കാര്യത്തിനെ കോണ്ടംപ്ലേറ്റ് ചെയ്യണു, ഏത് കാര്യത്തിനെ ചിന്തിക്കുന്നു, അപ്പോൾ അത് നമ്മൾക്ക് എന്താ പറയുക, ഉള്ളങ്കയിലെത്തും. ചിന്തിച്ചു കൊണ്ടിരിക്കണം. ചിന്താമണി എന്നാണ് പറഞ്ഞത്. ലോകസുഖത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മമത, എൻ്റെ സ്വന്തം സുഖമല്ല ഞാൻ നോക്കേണ്ടത്. സുരുദ്രുസ്വർഗസമ്പദം പ്രയശ്ചതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. അതിൻ്റെ വാക്കാർത്ഥം എന്താ പറഞ്ഞത്? ചിന്താമണി എന്ന് പറഞ്ഞാൽ ചിന്താമണി എന്ന് പേരായ രത്നവിശേഷം, ഒരു എന്താണെന്നാ പറയുക, ഒരു രത്നത്തിൻ്റെ പേരാണ് ചിന്താമണി. എന്നാൽ ഇത് നവരത്നത്തിലില്ലേ ഇനി? എന്തായാലും ആവശ്യമുണ്ട്. ഒരു കാര്യത്തിനെ ഡീപ്പായിട്ട് അറിയണത് എങ്ങനെയാണ്? ചിന്തിക്കുക അല്ലേ? ഇപ്പം നമ്മൾക്ക് വിവാഹം നടക്കേണ്ട സമയത്ത് ഒരാളെ കണ്ടു, ഒരാൾക്ക് ചായ കൊടുത്തു വെച്ചാൽ പിന്നെ കുറച്ച് കാലം ചിന്താമണി നമ്മുടെ മനസ്സിലെന്താവും? സ്ത്രീക്ക് പുരുഷനും, പുരുഷന് സ്ത്രീക്കും. അത് എവിടെ നടക്കുന്ന വ്യാപാര? മനസ്സിൽ. അതുതന്നെയാണ് ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ചിന്താമണി. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, കോണ്ടംപ്ലേറ്റ് ചെയ്യുക.
അപ്പം ചിന്താമണി എന്ന് പറഞ്ഞാൽ ചിന്താമണി എന്ന് പേരായ രത്നവിശേഷം ലോകസുഖം, ലോകത്തിൽ സുഖത്തെയും സുരുദ്രു എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം, സുരുദ്രു എന്ന് പറഞ്ഞ കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും സ്വർഗം പ്രാപിക്കാനും പ്രയശ്ചതി നൽകുന്നു, നമ്മൾക്ക് നൽകുന്നു. അപ്പം നോക്കൂ, പ്രയശ്ചതി എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. അതാരാ? ഈശ്വരൻ. ഈ സാധനങ്ങളൊക്കെ ആരാ തരണത്? ഈശ്വരനാണ് തരണത്. ആര് എന്ത് പഠിച്ചാലും അത് മറ്റുള്ളവർക്ക് അനുഭവയോഗ്യമാകുന്ന രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പറയുന്ന ആൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു അഗാധ ബോധം വേണം. ആ സബ്ജക്റ്റ് കൊണ്ട് ആ വ്യക്തിക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. പുറത്തേക്ക് വരുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമാവുള്ളൂ. അപ്പോൾ നൽകുന്നു എന്നായി. പിന്നെയോ പ്രീത ഗുരു. ആര് പറഞ്ഞാലാണ് അത് അനുഭവയോഗ്യമാവുക? പ്രീത ഗുരു, സന്തുഷ്ടനായ ഗുരുവാകട്ടെ. അപ്പം നമുക്ക് എല്ലാവർക്കും മൂടുണ്ട്. എന്താ മൂഡ്? സന്തോഷം, സന്താപം, ആനന്ദം. സന്താപമുള്ള ആളുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ മൂഡ് ചേഞ്ച് ആവില്ല. അപ്പോൾ നമ്മളുടെ മൂഡ് ഓഫാണെങ്കിൽ ആ മൂഡ് ഓണാവാൻ എന്ത് വേണം? സന്താപമുള്ള ഒരാളുടെ അടുത്ത് പോയാൽ മൂഡ് ഓണാവില്ല. അപ്പോൾ പരസ്പരം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദുഃഖത്തെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ആനന്ദ ചിന്മയനെ ധ്യാനിക്കണം. ചിന്താമണിയിൽ കൂടെ ആനന്ദ ചിന്മയൻ, ചിത്തിൽ മയങ്ങി കിടക്കണമെന്ന് അർത്ഥം പറയാം. എൻ്റെ ചിതാകാശ ഗുഹയിലാണ് ഭഗവാൻ കിടക്കുന്നത്, അല്ലെങ്കിൽ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ. അപ്പോൾ പറഞ്ഞു പ്രീത ഗുരു, സന്തുഷ്ടനായ ഗുരുവാകട്ടെ. യോഗി ദുർലഭം, യോഗികൾക്കും കൂടെ ലഭിപ്പാൻ പ്രയാസമായിരിക്കുന്നത്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം പറയാം ഗുരു എന്നുള്ളതാണ്. അപ്പം നാരായണ ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാതിയുടെ മതിൽക്കെട്ടിൽ തളച്ചിട്ടതായ വലിയൊരു ജനസമൂഹത്തെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ശങ്കരാചാര്യർ, രമണ മഹർഷി, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അവരൊക്കെ കാഴ്ചദ്രവ്യങ്ങൾ വാങ്ങിയിരുന്നു? ഇല്ല. ശ്രദ്ധിക്കണം. എന്നാൽ ഇന്ന് ഗുരുവിനെ കാണാൻ പോകുമ്പോൾ അങ്ങനെയാണോ സ്ഥിതി? ഈ ഗുരുക്കന്മാർ പലതരത്തിലുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ സമ്പത്തിന് ആസക്തി ഉണ്ടാവാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് ആനന്ദം കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അവർ ടെക്നിക്കലി ഒരു മന്ത്രം കൊടുക്കും, ലഭിച്ചോളൂ, ശരിയാവും. അങ്ങനെയല്ല. അപ്പോൾ യോഗികൾക്ക് കൂടി ലഭിപ്പാൻ പ്രയാസമായിരിക്കുന്ന വൈകുണ്ഠം പ്രയശ്ചതി, വൈകുണ്ഠത്തെ നൽകുന്നു. യോഗിമാർക്ക് പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ സൽഗുണസമ്പന്നന്മാരായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക് ഭാഗവതം സാധന ചെയ്താൽ സ്വർഗമല്ല കിട്ടുക, വൈകുണ്ഠമാണ് കിട്ടുക. എന്താ സ്വർഗമല്ല കിട്ടുക, വൈകുണ്ഠമാണ് എന്ന് പറയാൻ കാരണം? സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുള്ള ക്രൂസർ ഷിപ്പിൽ പോവുക, അല്ലേ? ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് 7,000 രൂപ.
1.5 ദിവസം കുടിച്ച് പൂസായിട്ട് ഇരിക്കാം. ഈ ലൗകികത്തിൽ കുടിച്ച് പൂസാവലാണല്ലോ അല്ലേ. ആധ്യാത്മികത്തിലോ? ആധ്യാത്മികത്തിൽ മിതാഹാരം കഴിക്കുക, ജീവൻ കിടക്കാനുള്ളത് മാത്രം കഴിക്കുക, എന്നിട്ട് ആഗ്രഹാഭിലാഷങ്ങളെ മാറ്റി നിർത്തുക, ഈശ്വര പ്രേരിതമായി ഈശ്വര ലബ്ധിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, പെരുമാറുക. ഈശ്വരനെ ശ്രീകൃഷ്ണ പ്രാപ്തി ഉണ്ടാവാൻ എന്താണ് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വഴിയാണ് പറഞ്ഞത്. വൈകുണ്ഠത്തിലെത്തിയാൽ നിങ്ങൾ പിന്നെ തിരിച്ചു പോരേണ്ട ആവശ്യമില്ല. വൈകുണ്ഠം എന്നുള്ളത് വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയ സ്ഥലമാണ് വൈകുണ്ഠം. അത് എൻ്റെയും നിങ്ങളുടെയും മനസ്സാണെന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നു. കാലാകാലമായിട്ട് പുഴയാണെങ്കിലും നദിയാണെങ്കിലും സമുദ്രമാണെങ്കിലും കിണറാണെങ്കിലും റിങ് ഇറക്കാത്ത കിണറാണെങ്കിലും വേനൽക്കാലത്ത് കയറും ബക്കറ്റും കൂടിയിട്ട് വെള്ളം കോരുന്ന സമ്പ്രദായത്തിലാണെങ്കിലും 1-2 പ്രാവശ്യം ആട്ടി മുക്കിയിട്ടേ കോരാൻ പാടുള്ളൂ എന്നൊരു ശാസ്ത്രമുണ്ട്. ആ ആട്ടി മുക്കുമ്പോൾ വെള്ളത്തിലെ ഓളങ്ങൾ കരേനെ പോയി ചുംബിക്കും. അതാണ് കവിഭാഷ. പക്ഷേ കര ഇടിയണില്ല. ആ മണ്ണിൻ്റെ സ്വഭാവം വെള്ളത്തിന് വരണില്ല. അതിന് റിങ്ങിറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വെള്ളവും ഭൂമിയും വിഘടിച്ച് നിൽക്കുകയാണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ ഭഗവാന്റെ ആദേശപ്രകാരം ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി. അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത് എന്ന് പറഞ്ഞ പട്ടാമ്പി സാറിന് എന്തോ തലയ്ക്ക് സുഖമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാ പറയാം. ഏതെങ്കിലും തരത്തിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ എല്ലാവർക്കും. ഒരു 97-98 ഒരു 100 ഡിഗ്രി പനിച്ചു വിചാരിക്കാം. ശരീരം മുഴുവൻ ചൂടാണ്. അപ്പോൾ സ്നേഹമസൃണമായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പെങ്ങള് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി തന്നു. നമുക്ക് ചുക്ക് കാപ്പി തന്നു, നമ്മളെ പുതപ്പിച്ച് കിടത്തി. 1/2 മണിക്കൂർ കഴിയുമ്പോൾ കാണാം ശരീരം മുഴുവൻ വിയർക്കണത്. പനി വിട്ടു. അപ്പോൾ ഈ പനി ചൂടാണ്, അതിൽ നിന്നുള്ള ജലാംശമാണ് വയർപ്പ്. എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അഗ്നിയിൽ അല്ലാതെ വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പം ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിലവർ വളരെ രസമായിട്ട് ചോദിക്കും, ഈശ്വരനെ കാണാൻ പറ്റുമോ? ഈശ്വരനെ കാണാൻ പറ്റില്ല. ഈശ്വരനെ അനുഭവിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ഉള്ളിലെ ഈശ്വരൻ ചൈതന്യവത്തായിട്ടുണ്ടെന്നാണ്. ആ ഈശ്വരൻ ഇറങ്ങിപ്പോയാൽ എനിക്ക് പേരില്ല, ശവമായി. ജനിച്ച കുട്ടിക്ക് പേരില്ല. അതിന് 28-നോ അല്ലെങ്കിൽ ചോറൂണിനോ പേരിട്ടാലാണ് പേരാവുള്ളൂ. അപ്പോൾ ഉണ്ടായതൊക്കെ നശിക്കും. ഞാനും നിങ്ങളും കുട്ടികളായിട്ട് ഈ ഭൂമിയിൽ വന്നത് ജനിച്ചിട്ടാണ്. ജനിച്ചാൽ മരിക്കും. പക്ഷേ നമ്മൾ അത് ആർക്കേ ബാധകമുള്ളൂ? ഈ ശരീരത്തിന്, ആത്മാവിന് ബാധകമല്ല. അതിനർത്ഥം നമ്മൾ ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ചൂട് മാറുന്നുണ്ടോ? പുറം തണുക്കുന്നുണ്ട്, നമുക്ക് കുളിരുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ലക്ഷണശാസ്ത്രപ്രകാരം. അതിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ പിന്നെ വണ്ടേഴ്സ്, അത്ഭുതങ്ങളാണ് ഉണ്ടാവുക. 2003 പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം അമ്പലത്തിൽ എനിക്ക് 2 പ്രഭാഷണം ഉണ്ടായി.
അന്ന് ആ കമാനം വരെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രഭാഷണത്തിൽ കൂടെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പട്ടാമ്പി രാജഗോപാലൻ എന്ന് പറയുന്ന ആൾ, നോട്ടീസിൽ പേരുള്ള ആൾ 73 വരെ ഈ ക്ഷേത്രത്തിൽ താമസിച്ചും കൊണ്ട് ഒരു ഉപാസന ഒക്കെ ചെയ്ത് സാധകനായി. ഞാനാണ് ബോർഡിന് ഈ ട്രസ്റ്റിഷിപ്പ് സറണ്ടർ ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലവർക്ക് എന്നെ പിടികിട്ടി. അവരൊക്കെ വന്നു. എന്നിട്ട് അവർക്ക് അറിയേണ്ടത്, രാജഗോപാലൻ നീ എങ്ങനെയാണ് ഈ രീതിയിൽ പ്രഭാഷകനായത്? കാരണം ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. എന്നാൽ എനിക്കൊരു ക്യാരക്ടറുണ്ട്. എന്താ ക്യാരക്ടർ? ആരെന്ത് ചോദിച്ചാലും കൊടുക്കും ഞാൻ. എന്താ അത്? അന്നത്തെ കാലത്ത് വിശപ്പ്, ദാരിദ്ര്യമുള്ള കാലം. ഒരു ചക്ക കിട്ടിയാൽ ഞാൻ പറയും ചക്ക ഇട്ട് കൊണ്ടുപോയിക്കോ. പക്ഷേ എൻ്റെ അച്ഛൻ ആരടാ എന്തറാ ചോദിക്കും. അപ്പം ഞാനും ചോദിക്കും ആരടാ എന്തറാ ഓർഡറാ അപ്പടി. അത് നീയെ ഓടിയിട്ട് കയ്യും കാലും മതിൽ ചാടിയിട്ട് കേട് വരുത്തരുത്. മതിൽ കേട് വരുത്തരുതെന്നല്ല, എൻ്റെ കയ്യും കാലും കേട് വരുത്തരുത്. ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ഞാൻ മതിൽ ചാടിക്കോളാൻ പറഞ്ഞത്. ചക്ക എടുത്ത് പുറത്തേക്ക് പുറത്തേക്ക് ഇട. എന്നിട്ട് നീയെ, കാരണം ചക്ക ഉള്ളിലും നീ പിന്നെയും പുറത്തേക്ക് തന്നെ ചാടിയിട്ട് എന്താ കാര്യം? അപ്പം മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക, സഹായിക്കാം, എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ, അതിൽ ഞാൻ ആനന്ദാനുഭൂതി അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനെ ധിക്കരിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. അച്ഛൻ പറയും വേണമെങ്കിൽ അവൻ നേരിട്ട് വരട്ടെ, ചക്ക ഇട്ടോട്ടെ, ഒന്ന് നമുക്ക് ഇടാൻ പറ, ഒന്ന് അവനും കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ചിലപ്പോൾ അച്ഛൻ പറയും. അത് അച്ഛൻ്റെ ഇരുത്തം വന്ന രീതി. എനിക്ക് ഇരുത്തം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നേരെ വന്ന് ചോദിച്ചാൽ കിട്ടില്ല, നീ ചക്ക ഇട്ടോ എന്ന് പറയും. ഇത് അപ്പോൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് താല്പര്യം. ചിലപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. എന്താ അത്ഭുതം? ഞാൻ 8ാം ക്ലാസ് തോറ്റു, 10ാം ക്ലാസ്സിലും തോറ്റു. കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം പ്രകാരം തോറ്റ സബ്ജക്റ്റ് എഴുതി പാസ്സായി. ഈശ്വരാനുഗ്രഹം കൊണ്ട് IIT ബോംബെ പോയപ്പോൾ ആദ്യം ചെറിയ 1-2 കമ്പനിയിലൊക്കെ ഇരിക്കേണ്ടി വന്നു, പ്രൈവറ്റായിട്ട്. പലതും പഠിച്ചു ഞാൻ. ആദ്യം ഞാൻ 325 രൂപ ശമ്പളത്തിലാണ് ചേർന്നത്. പിന്നെ ആ ജോലി നഷ്ടം വന്നപ്പോൾ രണ്ടാമത് ശ്രമിച്ചപ്പോൾ 300 ഉറുപ്പിയുടെ ജോലിയാണ് കിട്ടിയത്. അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമായിരുന്നു. അപ്പോൾ ആദ്യ ദിവസം 4 മണിക്ക് അതിന് മുതലാളി പറഞ്ഞു, അവിടെ കമത്തി വെച്ചിട്ടൊരു സ്റ്റീൽ പാത്രമുണ്ട്, അതെടുത്തോ, താഴത്ത് പോയിട്ട് 2 തൈര് വട വാങ്ങി കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഉടനെ കൃഷ്ണ ഗുരുവായൂരപ്പ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഒരുപാട് പായസം അമ്പലത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. പക്ഷെ ഡ്യൂ റെസ്പെക്റ്റ്, അദ്ദേഹം എൻ്റെ ബോസാണെന്നും ഞാൻ താഴത്ത് പോയിട്ട് ഈ ദഹിവട, തൈരുവട വാങ്ങിക്കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ഉതകുന്നുവെന്നും അത് ഞാൻ ആ ആത്മാവിനോട് ചെയ്യുന്ന ഒരു സേവയാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതിനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഭഗവാൻ എനിക്ക് തന്നു. ഇതെന്തിനാണ് ഞാൻ പറയണത്? കൃഷ്ണപ്രാപ്തികാരം. എങ്ങനെയാണ് കൃഷ്ണനെ പ്രാപിക്കുക? എല്ലാവരിലും കൃഷ്ണൻ ആത്മാവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഭു ഭൃത്യ വ്യത്യാസമില്ല എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷെനോഗ്രാഫറായിട്ട് ജോലി ചെയ്യണു. അപ്പോൾ നമ്മൾ പ്യൂണിനെ ചെറുതായിട്ട് കാണാൻ പാടില്ല. ആ പ്യൂണിലും എന്തുണ്ട്? കൃഷ്ണപ്രാപ്തികരം. എല്ലാ ജീവജാലങ്ങളിലും മര്യാദാ പുരുഷോത്തമൻ ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നു എന്നുള്ള ആപ്തവാക്യം നമ്മൾ മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് വരുന്നവരാണെങ്കിലും ശരി, കള്ളുകുടിയനാണെങ്കിലും ശരി, അവൻ്റെ സാമ്പ്രദായിക ജീവിതം അധപ്പതിക്കാൻ കാരണം അവൻ്റെ സംസ്കാരം, അവൻ ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളുടെ ആകത്തുകയാണത്. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് വേണം? ബുദ്ധി ഇല്ലാത്തവരെ ബുദ്ധി ഉള്ളവരാക്കി തീർക്കണം. എന്തിനു വേണ്ടി? സഹജീവിത്വം ആണ് നമ്മുടെ ഉദ്ദേശം. കൃഷ്ണപ്രാപ്തികരം.
അപ്പോൾ ഇവിടെ എന്തായി, അപ്പോൾ യോഗികൾക്കും കൂടി ലഭിപ്പാൻ പ്രയാസമായിരിക്കുന്ന വൈകുണ്ഠം പ്രയച്ഛതി, വൈകുണ്ഠത്തെ നൽകുന്നു. അപ്പോൾ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരു കൂട്ടി ഇല്ലേ. ഭഗവാൻ ഒരു ആദ്യം ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജലത്തിൽ ഒരു അണ്ഡം ഉണ്ടായി. ആ അണ്ഡത്തിന് നവദ്വാരങ്ങളുണ്ടായി. അതിൽ പുരുഷൻ കടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഒരണ്ഡം. നമ്മുടെ ശരീരത്തിൽ എത്ര ദ്വാരങ്ങളുണ്ട്? നവദ്വാരങ്ങൾ. താഴെ 2 എണ്ണം അല്ലേ. വായ 1 3, നാസാരന്ധ്രങ്ങൾ 2, അപ്പോൾ 3 2 5, 2 ചെവികൾ 7, 2 കണ്ണുകൾ 7 2 9. അപ്പോൾ ഈ നവദ്വാരങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട്. അതന്നെയാണ് ശ്രീകൃഷ്ണ പ്രാപ്തികരം എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കിയാൽ മതി. എന്നിൽ ഈശ്വരൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മിയായി, തത്വമസിയായി, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനുഭൂതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ സാമാന്യ അർത്ഥം അറിയണം അല്ലേ. അപ്പോൾ പറഞ്ഞു, ന അഭൃഷ്ട കസ്യചിൽ ബ്രൂയാൽ ന ചാന്യായേന പൃച്ഛത. ഒരു എംഫറ്റിക് മോഡിൽ ഒരു പ്രസ്താവന പറയാണ്. ചോദിക്കാത്തവനോടും അന്യായമായി ചോദിക്കുന്നവനോടും ഉത്തരം പറയരുത് എന്നുള്ള ന്യായപ്രകാരം സൂതൻ ഇത്തരം ഉത്തരം പറയാതിരിക്കരുത് എന്നുള്ള ശ്രദ്ധയെയും സൂതൻ്റെ ജ്ഞാനനിലയെയും പറവാനുള്ള സാമർത്ഥ്യത്തെയും തനിക്ക് സൂതനിലുള്ള അതിശയത്തെയും ആദരവ് കൂടിയോണ്ട് കുഴപ്പമില്ല, കുറഞ്ഞാൽ മോശം. ആൾക്കാരോടുള്ള ആദരവ് കുറയരുത്. അതാണ് അതിശയത്തോടും പ്രകാശിപ്പിച്ചും കൊണ്ട് ഉത്തരം പറയാൻ ഉത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ നാട്ടുകാരുടെ ഷാഢ്യം എന്ന് പറഞ്ഞത്, ആ ഷാഢ്യം എന്താണ്? എന്നെ കൊണ്ട് പറയാൻ ഉത്സാഹിപ്പിക്കുന്നു. എനിക്ക് നഷ്ടം വരാവുന്ന ഒരു ചാൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിലുള്ള കൃതകൃത്യതയാണ് ഷാഢ്യമായിട്ട് മാറിയത്. അതാണ് പറവാനുള്ള ഉത്സാഹമായിട്ട് മാറിയത്. അപ്പോൾ എന്തിനേയും ഏതിനേയും ഈശ്വരീയത പ്രാപിക്കാനുള്ള മാർഗമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ അതിന് എന്തെല്ലാം ഹർഡിൽസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനെ മാറ്റാൻ പറ്റും. ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ വിലങ്ങുതടി. അപ്പോൾ ചിന്താമണി എന്ന രത്നവിശേഷം ലോകസുഖസാധനമായിരിക്കുന്ന ധനാദികളെയും കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും നൽകും. ഇപ്പം ചിന്താമണി അവരവരുടെ ചിന്താധാരകൾ നന്നായാൽ ചിന്താമണി എന്ന രത്നവിശേഷം ലോകസുഖസാധനമായിരിക്കുന്ന ലോകത്തിലെ പ്രീതികരമായി ജീവിക്കാനുള്ള അഭിലാഷത്തെ സാധൂകരിക്കുന്നതെന്ന് അർത്ഥം പറയണം. അഭിലാഷം ഉണ്ടാവണം. ആ അഭിലാഷത്തെ സാധൂകരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാത്വികമായിട്ടുള്ളതായിരിക്കണം. സ്വാത്വികം എന്ന് പറഞ്ഞാൽ എന്താ? രജോ ഗുണവും തമോ ഗുണവും അല്ലാത്തതെന്നർത്ഥം. അത് പ്രകൃതിയുടെ ഗുണമാണെങ്കിലും ഈശ്വരോപാസനയ്ക്ക് സാത്വിക ഗുണമില്ലാതെ കൊണ്ട് പറ്റില്ല. അപ്പോൾ രജോ ഗുണം തമോ ഗുണമായിട്ടുള്ള ആഹാര പാനീയ വസ്തുക്കളെ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഉത്തമാവില്ല. ഉത്തമമായിട്ടില്ലെങ്കിൽ ഈശ്വരപ്രാപ്തികരണം നടക്കില്ല. അതുകൊണ്ടാണ് ധനാദികളും കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും നൽകും. അപ്പം നമ്മൾക്ക് സ്വർഗമല്ല ഒരു വ്യക്തി കാമിക്കേണ്ടത്. പിന്നെന്താ? വൈകുണ്ഠം. അതായത് വൈകുണ്ഠം 2 തരത്തിലുണ്ട്. എന്താ 2 തരത്തിൽ? ഭഗവാൻ മഹാവിഷ്ണു അനന്തശയായി വാണരുളുന്ന കഥയിലുള്ള വൈകുണ്ഠം, അത് ചന്ദ്രലോകത്തിന് മീതിയാണ്. ചന്ദ്രലോകത്ത് എത്തിയാൽ
അവിടുന്ന് പിന്നെയും തിരിച്ച് കാരണശരീരത്തോടുകൂടി ജീവൻ ഭൂമിയിലേക്ക് വരണം. നേരെ വെച്ച് സൂര്യമണ്ഡലത്തിലേക്ക് പോയി വിചാരിക്കാം. സൂര്യമണ്ഡലത്തിൽ പോയ പിന്നെ തിരിച്ചു വരവില്ല. കാരണം എന്താ? കാരണശരീരം നശിച്ചു. ഇനി ഇതിനെ വേറൊരു മാർഗത്തിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ക്ഷേത്രത്തിൽ ആദ്യത്തെ നിവേദ്യം എന്താ? ഭഗവതിക്കാണെങ്കിലും ഭഗവാനാണെങ്കിലും മലർ നിവേദ്യം. ഈ മലര് എന്ന് പറഞ്ഞത് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ മലര് നല്ല ഒരു ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. പക്ഷെ വിശപ്പ് മാറില്ല മലര് കഴിച്ചതുകൊണ്ട്. കാരണം എന്താ? നെല്ലിനെ വറുത്തതാണ് മലര്. നെല്ലിനെ വറുത്താൽ എന്ത് സംഭവിക്കണോ? അതിലുള്ള ജനറ്റിക്കലി ഉത്തേജകം തരേണ്ട സാധനം നഷ്ടപ്പെടും. അത് അഗ്നിയിൽ വേവിച്ച് കഴിഞ്ഞു. അപ്പോൾ മനസ്സിനെ ഹൃദയഗ്രന്ഥി വിഭേദിച്ചാൽ പിന്നെ അവിടെ ലൗകികമായിട്ടുള്ള അവസ്ഥകൾക്ക് സ്ഥാനമില്ല. അനർഹമായത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അർഹമായിട്ടുള്ളതൊക്കെ നമുക്ക് അനുഭവിക്കാം. സ്ത്രീ പുരുഷ ബന്ധം, അതിനാണ് വിവാഹം. വയ്യാതെ കണ്ടാകുമ്പോൾ നോക്കാൻ ഒരാളുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അല്ലാണ്ട് പുരുഷന് സ്ത്രീ മാത്രം ഉപകരിക്കണമെന്ന് പറയരുത്. പരസ്പരം അല്ലാതെ കണ്ട് അനർഹമായിട്ടുള്ളത് പാടില്ല എന്നർത്ഥം. എന്താ? തല്ലുകൊള്ളും. മനുഷ്യന്മാർ തല്ലിയില്ലെങ്കിലും പ്രകൃതിയിൽ നിന്ന് അടി കൊണ്ട വീഴും. അപ്പം ലൗകികം പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ പാടില്ലേ, വീട് പാടില്ലേ, അങ്ങനെ അത് പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അനർഹമായത്, അർഹമായിട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും വേണം. അപ്പോൾ പണ്ടൊക്കെ ഡിഷ് ആൻറ്റനുള്ള സമയത്ത് ഒരാൾ തൊടിയിൽ പോയിട്ട് ഡിഷ് പിടിച്ച് തിരിക്കും. റെഡി റെഡി, കുറച്ചുകൂടി, അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂൺ ചെയ്യുക. അപ്പം നമ്മുടെ ജീവിതത്തെ ട്യൂൺ ചെയ്താലാണ് ഇൻഡസ്ട്രിയസ് മൈൻഡ് വളരുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയസ് മൈൻഡ് വളർന്നിട്ടുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാൻ പറ്റും അവരവരുടെ ലെവലിൽ. അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം വേണമെന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു, പ്രസന്നനായ ശ്രീ ഗുരുവാകട്ടെ ഉപദേശ വൈഭവത്താൽ യോഗികൾക്ക് കൂടെ ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ നൽകും. ഉത്തമമായ യോഗികൾ ഈശ്വരനെ അനവരതം സമാധി യോഗത്തിൽ ഇരുന്ന് പ്രാപിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആധ്യാത്മിക ഗുരുവിൻ്റെ സ്ഥാനം അവർക്ക് കിട്ടിയിട്ടില്ല. ആധ്യാത്മിക ഗുരുവിന് എന്ത് ചെയ്യാൻ പറ്റും? വേവലാദികളും വെപ്രാളങ്ങളുള്ള ആൾക്കാരുടെ വേവലാദികളെയും വെപ്രാളങ്ങളെ കൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അതിനെ ഭാണ്ഡം കെട്ടി പുറത്തേക്ക് ഇടുക. എന്നിട്ടോ സ്വതസിദ്ധമായ ജീവചൈതന്യത്തിൻ്റെ ആ ഡെൻസിറ്റി, ഞാൻ മറ്റുള്ളവരെക്കാൾ മോശക്കാരല്ല, എനിക്ക് ഈ ഭൂമണ്ഡലത്തിൽ ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ഒരു വീറോടും വാശിയോടും കൂടി ജീവിത സന്ധാരണത്തെ പുഷ്ടിപ്പെടുത്താം. യാദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത. ആ പുഷ്ടി വന്നാൽ തുഷ്ടിയായി. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം. ആ തുഷ്ടി എന്ന് വന്നാൽ ശാന്തിയായി. അപ്പോൾ പുഷ്ടി, തുഷ്ടി, ശാന്തി ഇതൊക്കെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ശാന്തത വന്നാൽ ഒന്നുകൊണ്ടും നമ്മുടെ മനസ്സ് വിജൃംഭിക്കില്ല, അനശ്വരതയെ പ്രാപിക്കും, നശ്വരതയെ പ്രാപിക്കില്ല. അതാണ് പ്രസന്നനായ ശ്രീ ഗുരുവാകട്ടെ, ഇന്നതെന്ന് പറഞ്ഞില്ല, പ്രസന്നനായ ശ്രീ ഗുരുവാകട്ടെ ഉപദേശ വൈഭവത്താൽ, ഉപദേശിക്കാൻ വൈഭവം വേണം, അനുഭവം വേണം. ഉപദേശ വൈഭവത്താൽ യോഗികൾക്ക് കൂടെ ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്താണെന്ന് പറയാം, കുറേ അധികമുണ്ട്, വായിച്ച് പോവാം. അത് മാത്രം. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിനെയും കൂടി നമുക്ക് മാനിക്കണ്ടേ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ഭാഗവതത്തിലില്ലാത്ത ഒരു ഉദാഹരണം പറയാണ്. യസ്യ കാന്തിലവസ്പൃഷ്ടം കാസ്യാം താമ്രമയസ്ത്രഭൂ പാഷാണാധികമാന്യദ്വാ സർവം ഭവതി കാഞ്ചനം ചിന്താമണി സവിജ്ഞേയോ മുനിഭിസിദ്ധി സാധന. എന്താ അതിനർത്ഥം?
എന്ന പദ്യങ്ങളാൽ ബ്രഹ്മോത്തരഖണ്ഡത്തിൽ ചിന്താമണിയുടെ വൈഭവത്തെ പ്രതിപാദിക്കുന്നു. ഈ ചിന്താമണി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ എവിടെ? ബ്രഹ്മോത്തരഖണ്ഡത്തിൽ ചിന്താമണി വൈഭവത്തെ പ്രതിപാദിക്കുന്നു. ഏതൊരു രത്നത്തിൻ്റെ പ്രകാശലേശം പിച്ചള, ചെമ്പ്, ഇരുമ്പ്, ഈയം എന്നു വേണ്ട, ശിലാദികളായ ഏതെങ്കിലും ഒന്നിൽ സ്പർശിച്ചാൽ ആ വസ്തുക്കൾ തൽക്ഷണം സ്വർണമായി ഭവിക്കുമോ? ആ രത്നത്തിനെ ചിന്താമണി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അശുഭലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെ തിരസ്കരിക്കാനും ശുഭലക്ഷണങ്ങളായ കാര്യങ്ങളെ സ്വീകരിക്കാനും ചിന്ത കൊണ്ട് സാധിക്കും എന്ന് പ്രതിപാദിക്കണം. അശുഭകരമായ, ലാഭമുണ്ടാവാത്ത, നഷ്ടമുണ്ടായേക്കാവുന്ന കാര്യങ്ങളെ ത്യജിക്കാൻ വ്യക്തികൾക്ക് സാധിക്കണം. തനിക്കും കുടുംബത്തിനും അശുഭകരമായ വാർത്തകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വ്യക്തികൾ ശ്രദ്ധിക്കണം. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി. അതെപ്പോൾ? ബാലാവസ്ഥയിൽ അറിയണം ഈ ചിന്താമണി എന്താണെന്നുള്ളത്. 8, 10, 12 ഇങ്ങനെ 3 കാറ്റഗറി നമുക്ക് പറയാം. 8 വയസ്സിലെ, അല്ലെങ്കിൽ 10 വയസ്സിലെ, അല്ലെങ്കിൽ ഒരു 12 വയസ്സാകുമ്പോഴേക്കും ഈ കാര്യങ്ങൾ ചിന്താമണിയെ നമ്മൾ അറിയണം. എന്നാൽ ആ വ്യക്തി ഇല്ലേ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഡ്രഗ്സ് കാരിയേഴ്സായി മാറുന്ന സാഹചര്യം നമ്മൾക്ക് വിഷമം ഉണ്ടാക്കണതല്ലേ? ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഈസി മണി വേണ്ട, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, പേരുദോഷം ഞാൻ വരുത്തില്ല എന്നൊരു കുട്ടി, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഫാക്ടർ, ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ, ദാരിദ്ര്യത്തിൽ സന്തോഷം തോന്നണം. കാരണം എന്താ? എന്തെങ്കിലും ദീനുണ്ടെങ്കിലാണ് ദീനബന്ധുവായിരിക്കുന്ന ഈശ്വരൻ്റെ കൃപാകടാക്ഷം നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചിന്താമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളെ കൊണ്ട് ഏതൊരു വസ്തുവിനെയും പത്തരമാറ്റ് തങ്കമാക്കി തീർക്കാവുന്ന അവസ്ഥ. അതാണ് ഇവിടെ പിച്ചള, ചെമ്പ്, ഈയം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾക്ക് അതാത് ഗുണങ്ങളുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ശ്രേഷ്ഠതയുള്ള ഒരു ഗുരുനാഥൻ തൻ്റെ ചിന്താധോരണികളെ കൊണ്ട് മറ്റുള്ളവരെ വിവശതയിൽ നിന്ന്, അവശതകളില്ലാത്ത ഒരു ലോകത്തേക്ക് സഞ്ചരിക്കാൻ, അനുഭവിപ്പിക്കാൻ കാരണക്കാരനായാൽ ആ ഗുരു പറയുന്ന വാക്കുകൾ ചിന്താമണിയായി. അത് കേട്ട് ഉത്തരോത്തരം ശ്രേഷ്ഠമായ, പരിപാവനമായ അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദാനുഭൂതിയുടെ 1/6 ആ ഗുരുവിൻ്റെ പാസ്ബുക്കിലേക്ക് വരികയും. ഇതാണ് ചിന്താമണി. ഇത് ചിന്താമണി എന്നുള്ളത് പറയാണ്ട് പോയാലത്തെ സ്ഥിതി എന്താ? സമയം പോയാൽ പോട്ടെ, കിട്ടിയ സമയത്തിൽ അനുഭവിക്കുക. അപ്പോൾ ചിന്താമണി എന്ന് പറഞ്ഞത് എന്താണ്? അവരവരുടെ ഉള്ളിലുള്ള ചിന്താശക്തിയുടെ മൂർച്ച കൂട്ടി അതിനെ മുറമായും അതിനെ ചെല്ലടയായും ഉപയോഗിച്ച് പാഴ്വസ്തുക്കൾ മുറത്തിൽ നിന്ന് താഴത്തേക്ക് പോയാൽ അതിനെ സ്വീകരിക്കാതെ കണ്ടിരിക്കുക. ചെല്ലടയിൽ അല്ലേ നല്ല വസ്തുക്കളൊക്കെ താഴത്തേക്ക് ആക്കിയിട്ട് കുറുഞ്ചാത്തിനും കേടുവന്നതും ഒക്കെ ഉണ്ടാവും, അതിനെ ദൂരത്ത് കളയുക. അതാണ് ചിന്താമണി. അവരവരെ പലതരത്തിലും ശ്രേഷ്ഠനാക്കി തീർക്കുക. അപ്പോൾ പറഞ്ഞു തൽക്ഷണം സ്വർണമായി ഭവിക്കുമോ? ആ രത്നത്തിന് ചിന്താമണി എന്ന് പേർ. ഭാഷയിൽ അതിന് പാരസ്യം എന്ന് പേരുണ്ട്. എന്താ ഈ പാരസ്യം എന്ന് പറഞ്ഞാൽ? ചിന്താമണ്യാദികൾ ലോകസുഖപ്രദങ്ങളാകുകയാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയെ സാധിപ്പിക്കുകയില്ല. ശ്രീ ഗുരുവിന് മാത്രമേ സർവദുഃഖ നിവൃത്തിയെയും ആനന്ദപ്രാപ്തിയെയും സാധിപ്പിക്കുന്നതായ പരമപുരുഷാർത്ഥരൂപ മോക്ഷത്തെ, പരമ പുരുഷാർത്ഥം,
ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ മീശ വെച്ച ആളെന്നല്ല പുരുഷൻ എന്നുള്ളത് കൊണ്ട് ജീവൻ്റെ വേറൊരു പര്യായമാണ് പുരുഷൻ. അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇടയിലും പുരുഷോത്തമൻ എന്നുള്ള പേരുണ്ട്. അതിൻ്റെ അർത്ഥം അറിയണം. പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ. എൻ്റെ ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞത് അർത്ഥം അവളുടെ മനസ്സിൽ വേറൊരാൾ കാമുകനുണ്ടെന്നല്ല. ആ പെൺകുട്ടിയുടെ ഉള്ളിലെ, പെണ്ണിൻ്റെ ഉള്ളിലെ, സ്ത്രീയുടെ ഉള്ളിലെ ജീവാത്മാവ്. അപ്പോൾ പുരുഷോത്തമ യോഗം, ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം, പുരുഷോത്തമനെ പ്രാപിക്കാനുള്ള യോഗം, പരബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള യോഗം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സനാതനധർമ്മിസ്റ്റുകളായ നമ്മൾ എന്ത് പഠിച്ചു ഇതുവരെ? ഞാൻ LLB ആണ്, ഞാൻ MBBS ആണ്, ഞാൻ MD ആണ്, ഞാൻ IT ആണ്. വാട്ട് ഇറ്റ് മീൻസ്? ഞാൻ CA ആണ്. ഞാൻ മനുഷ്യത്വമുള്ളവനാണോ? ഞാൻ സഹജീവികളോടൊപ്പം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിച്ചു പോരാൻ കഴിവുള്ള ഒരാളോ? അതിനുള്ള പ്രത്യയശാസ്ത്രം എന്താണ്? ചിന്താമണി. ഭാഗവതം പറയണ ചിന്താമണി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ തൊടുന്നതൊക്കെ പൊന്നാവണം. നമ്മൾ തൊടുന്നത് പൊന്നാവണം. അപ്പോൾ ഇവിടെ പറഞ്ഞു സർവദുഃഖ നിവൃത്തി, എല്ലാവിധമായ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കുന്ന ഭാഗവത സുധ, ഭാഗവതമാകുന്ന അമൃത് സ്വന്തം കർണപീയൂഷത്തിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി സംതൃപ്തിയാകുന്ന ഏമ്പക്കം വിടാനും ആ ചിന്താമണിയുടെ വിചാരധാരയിൽ കൂടി അന്യായമായ വസ്തുക്കളെ തിരസ്കരിക്കാനും അവരവരുടെ പരിധിക്കനുസരിച്ച് അവരവരുടെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങളിൽ സംതൃപ്തി ഉണ്ടാവണം. പോരാ നാളിൽ അല്ലേ, മറ്റുള്ളവനുണ്ട് അതുകൊണ്ട് എനിക്കില്ല, അതില്ല അതുകൊണ്ട് എനിക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ചിന്താമണി പ്രവർത്തിക്കണം. ഈ ചിന്താമണിയാണ് ഏറ്റവും വലിയ കാര്യം. ഏതൊരാളുടെയും, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടെയും പോരായ്മകൾ ചിന്താമണിയുടെ വിചാരധാരയിൽ കൂടി കണ്ടില്ല എന്ന് നടിക്കാനും കണ്ടതിൽ സന്തോഷിക്കാനും. എന്തു ഗുണങ്ങളുണ്ട്? ഗുണങ്ങളില്ല എന്ന് പരിതപിക്കണേക്കാൾ നല്ലത് ഉള്ള ഗുണങ്ങളിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അപ്പോൾ സർവദുഃഖ നിവൃത്തിയെയും ആനന്ദപ്രാപ്തിയെയും സാധിപ്പിക്കുന്നതായ പരമപുരുഷാർത്ഥ രൂപമോക്ഷത്തെ നൽകുവാൻ ശക്തിയുണ്ട്. ഞാൻ അങ്ങയെ ഗുരുവായി വരിച്ചിരിക്കുന്നു. ആര്? സൂതനോട് പറയാണ്. ശൗനകാദി ഋഷീശ്വരന്മാർ സൂതനോട് പറയാണ്, ഞാൻ അങ്ങയെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നു. ശിഷ്യനായ എന്നോട് ഉത്തരം അരുൾ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് സാരം. ഈ 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരണം എന്ന് സാരം. അതോടുകൂടി 7-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. 8-ാമത്തെ ശ്ലോകം ചെല്ലാം. അതിൻ്റെ വ്യാഖ്യാനം നമ്മൾക്ക് അടുത്ത ദിവസം. സൂത ഉവാച, സൂതൻ പറഞ്ഞു, പ്രീതി ശൗനക ചിത്തേതേ യതോ വാഷ്മി വിചാര്യജ സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. സംസാരഭയനാശനം ഉണ്ടായാൽ എല്ലാം നേടി. ഭയം ആണ് മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ആ ഭയത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഗുരുവാക്യങ്ങൾ ഉപകരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുമ്പോൾ അതിൽ പരിപൂർണമായി വിശ്വസിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അവരവരുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ അവരവരുടെ കയ്യിലുള്ള ചിന്താമണിയെ കൊണ്ട് വൈകുണ്ഠപ്രാപ്തി ലഭിക്കത്തക്ക വിധത്തിൽ വിചാരധാരകളെ സൃഷ്ടിച്ചുകൊണ്ട് ഭവസാഗരങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.